നമ്മൾ തുണിനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മടക്കിയിടാം. കറക്റ്റ് അല്ലേ എന്ന് നോക്കാട്ടാ. കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ നീളം എടുക്കുന്നത് 41 നീളം. ലെങ്ത്ത് 41. 41 നമുക്ക് അടയാളപ്പെടുത്താം. ഈ അറ്റത്തും 41 അടയാളപ്പെടുത്താം. ഇവിടെ 41 അടയാളപ്പെടുത്തിയിട്ട് നേരെ വരയ്ക്കാം. നേരെ വരയ്ക്കാം. ഇതിന്റെ വീതി എടുക്കുന്നത്, താഴത്തെ വീതി 10.5 താഴത്തെ വീതി എടുക്കുന്നത്. ഇന്ന് തയ്ക്കാൻ പോണത് കോളറിന്റെ കഴുത്താണ്. കോളറിനേക്കാണ് തയ്ക്കാൻ പോണത്. അപ്പോൾ കഴുത്തിന്റെ വീതി 4 അടയാളപ്പെടുത്താം. ഷോൾഡർ 3 അടയാളപ്പെടുത്താം. ഈ 4 വരച്ച അടയാളപ്പെടുത്തി കൊടുത്തുനിന്ന് 3 അടയാളപ്പെടുത്താം. ഇനി കൈക്കുഴി അടയാളപ്പെടുത്താം. ഇവിടെ നമുക്ക് വെട്ടണില്ല, കോളറിനൊക്കെ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഷോൾഡർ താഴേക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടുന്ന് ഇതല്ലേ നോക്കുക, ഇവിടെ നമ്മൾ 4 ഇവിടെ 3 എടുത്തത്. അപ്പോൾ 7 കിട്ടണ വിധത്തിൽ നോക്കുക, കറക്റ്റ് ഇല്ലേന്ന്. ഇവിടെയാണ് വരുന്നത്. ഇനി കൈക്കുഴി വരയ്ക്കുക. ഇനി ഇവിടുത്തത് 8.5 നമ്മുടെ അളവ്. അതിൽ കൂടെ തയ്യൽ തുമ്പ് 1.5 കൂടെ ചേർത്തിട്ട് 10 എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് 1.5 ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഷേപ്പ് ലെങ്ത്ത് 12 അടയാളപ്പെടുത്തണ്ട. ഇനി ഇവിടെ നിന്ന് നേരെ ഷേപ്പിൻ്റെ വിഡ്ത്ത് വീതി 9.5 അടയാളപ്പെടുത്താം. 9.5 8 ശരിക്കുള്ളത്. അതിൽ കൂടെ 1.5 കൂടെ ആഡ് ചെയ്തിട്ട് 9.5. ഇനി സ്ലിറ്റിൻ്റെ നീളം 13. സ്ലിറ്റിൻ്റെ നീളം 13 അടയാളപ്പെടുത്താം. ഇനി സ്ലിറ്റിൻ്റെ വീതി 10 അടയാളപ്പെടുത്താം. താഴേക്ക് 10ൽ നിന്ന് താഴേക്ക് നമ്മൾ വീതി എടുത്തിട്ടുള്ളത് 10.5 താഴത്തെ വീതി. അവിടേക്ക് ഈ സ്ലിറ്റിൻ്റെ നീളത്തിൻ്റെ അവിടെ നിന്ന് ഒരു വര വരച്ച് കൊടുക്കുക. ഇവിടുത്തെ ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ കൈക്കുഴിയുടെ ഇവിടെ 1 അടയാളപ്പെടുത്തുക. ഈ കോർണറിലായിട്ട് 1 അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ കൈക്കുഴിയുടെ നീളം 6 എടുത്തുള്ളത്. അതിൻ്റെ പകുതി 3 നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുക. ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഭാഗം കൈക്കിട്ടിരിക്കുന്നതാണ്. കൈക്കിന് വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റാത്തത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള ആഡ് ചെയ്ത് മാറ്റാൻ പറ്റും. കൈക്കുഴിക്കൊരു ഇത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് മാറ്റാത്തത്. നമുക്കിനി ഇത് കോളറിനെ കാരണം നമ്മുടെ കഴുത്തിന് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് കൈക്കുഴി വെട്ടി മാറ്റാം.
കൈക്കുഴി വെട്ടി മാറ്റി നമുക്ക് ഷേപ്പിൻ്റെ കൂടെ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി താഴ്ത്തിട്ടുള്ള നീളത്തിൻ്റെ ഇവിടെ വെട്ടി മാറ്റാം. ഇതിൽ തയ്യൽത്തും കൂടെ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ 1.5 ഇഞ്ച് അടിക്കുമ്പോൾ അതിനനുസരിച്ച് അടിച്ചു മാറ്റിയാൽ മതി. ഇപ്പൊ കൈക്ക് വേണ്ടി ഇവിടെ ഇട്ട ഭാഗത്തിൽ കണ്ട നമ്മുടെ വീതി കിട്ടും. നമുക്ക് അതിന് വേണ്ടി ഇങ്ങനെ ഇടുന്നത് തികയാണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ചെരിച്ചിട്ട് ഇങ്ങനെ മാർക്ക് കൊടുക്കാം. വെട്ടി മാറ്റേണ്ടതാണത്. 1/2 ഇഞ്ച് ഇവിടെ വരയ്ക്കുക. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അളവിൽ നിന്ന് അങ്ങോട്ട് വരയ്ക്കുക. ഇത് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റട്ടെ. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നമ്മളൊരു ചെരിവ് അടയാളപ്പെടുത്തിയില്ല, അത് ജസ്റ്റ് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമ്മൾ ഈ കോളർ വെക്കുന്നത് കാരണമാണ്. കോളറിൻ്റെ ടോപ്പ് എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ തയ്ക്കാനായിട്ട്. തുടക്കക്കാർക്കൊക്കെ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതിനുശേഷം നമ്മൾ കഴുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 4 പീസ് ജസ്റ്റ് നമ്മൾ ആ കോളറിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കി വെച്ചതാട്ടോ അത്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. കോളറിൻ്റെ ആ ഒരു ഷേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു പേപ്പറിൽ ഇതുപോലെ ഒരു കട്ടിങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 4 പീസ് തുണി നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളറിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ ക്യാൻവാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് കട്ടിയുള്ളൊരു തുണി വെച്ചാൽ മതി നമുക്ക് കോളറിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ അതിനെ കവർ ചെയ്യാനായിട്ട് ഓരോ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ പീസുകളാണ് വെക്കുക. സൈഡിലായിട്ട് ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷനിൽ വെക്കാനുള്ള പീസാണ് കേട്ടോ നമ്മൾ ഈ വെട്ടുന്നത്. ബാക്കിലേക്കുള്ളത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് വെട്ടി വെക്കണം. പിന്നെ അതിന് ശേഷം ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് വെട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇറക്കായിട്ട് നമ്മൾ എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ചിൻ്റെ അവിടെ ജസ്റ്റ് ഒരു കുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ഇത് വരച്ച് ചേർക്കണം. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരച്ചാലും മതി കേട്ടോ. കറക്റ്റായൊരു ചതുരം കിട്ടാനായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് അതിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. നമുക്ക് കഴുത്താണ് ഈ വെട്ടുന്നത് കേട്ടോ. അപ്പോൾ കോളറിൻ്റെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കഴുത്ത് വെട്ടുന്നതിലും സ്റ്റിച്ച് ചെയ്യുന്നതിലൊക്കെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ റൗണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് വരച്ച് ചേർക്കുക. കാരണം കോളറിൻ്റെ നിന്നാകുമ്പോൾ അത്യാവശ്യം നല്ല കയറിയിരിക്കുന്ന കഴുത്തായിരിക്കും. നമുക്ക് അധികം ഇറങ്ങിയിട്ടുള്ള കഴുത്തല്ല നമ്മൾ കോളറിന് വെക്കുക എപ്പോഴും. അപ്പോൾ അത് കാരണം ജസ്റ്റ് കയറിയിരിക്കുന്ന ടൈപ്പാണ്. അത് കാരണം 3 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റ് ലെവലല്ലേ നോക്കുക. വെട്ടിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അടിയിലെ തുണിയും ഇതൊക്കെ നോക്കണം കേട്ടോ. കറക്റ്റ് ലെവലായിട്ട് തന്നെയല്ലേ എടുക്കുന്നതെന്ന് നോക്കണം. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യമൊക്കെ ആയിട്ടാണ് നമ്മൾ കോളർ ടോപ്പ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കോളർ വെറുതെ ഒരു സാധാ ഒരു തുണിയിൽ ഇത് വെട്ടിയൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് എപ്പോഴും ആ തുണിയിൽ ചുരിദാറായാലും അല്ലെങ്കിൽ മറ്റെന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ഒരു പൊട്ട തുണിയിൽ എനിക്ക് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കരുത്. ചിലപ്പോൾ ഫെയിലായെന്ന് വരും, പക്ഷെ നമുക്ക് എന്തായാലും തയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ സെൻറ്ററിൽ നമുക്ക് കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ ഇട്ടിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അടിയിലോട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ ഫ്രണ്ടിൽ ആ ഒരു
നമുക്കൊരു കുടുക്ക് വെക്കാനുള്ള ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെട്ടാനാണ്. അപ്പോൾ തുണി ഇതാ ഇതുപോലെ രണ്ടാക്കി മടക്കിയിടാം കേട്ടോ. അതിന് ശേഷം നമ്മൾ കൈയിൻ്റെ ഷേപ്പ്, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഒരു ഷേപ്പ് ഇതുപോലെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ കൈ വെട്ടാം. കൈയിൻ്റെ അളവുകളും സാധനങ്ങളൊക്കെ നോക്കുന്നതിന് പകരം ഇതുപോലൊരു പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാം കേട്ടോ. എപ്പോഴും യൂസ്ഫുള്ളായിട്ട് തോന്നുന്നൊരു സംഭവമാണത്. അപ്പം നിങ്ങൾ അതുപോലെ തന്നെ അതായത് ഒന്ന് വെട്ടി മാറ്റാം. നമുക്ക് കൈയിൻ്റെ 2 കൈ നമ്മൾ വെട്ടി മാറ്റാം. അപ്പോൾ നമ്മുടെ ഏകദേശം വെട്ടലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എന്നുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് അത്യാവശ്യം ഉണ്ട്. കോളറിനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് ഇത് ജസ്റ്റ് ഞാൻ 2 കൈ ഇതേ വെട്ടി മാറ്റിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ? അപ്പോൾ നമ്മൾ ഒരു 3/4 കൈയാണ് കേട്ടോ അതാണ് ഇത്ര ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി കണ്ടോ, ഇത് നമ്മൾ സൈഡിലോട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ വെട്ടിയ പോലെ തന്നെ 2 പീസും കൂടെ ഒന്ന് വെട്ടി വയ്ക്കുന്നതാണ്. കണ്ടോ? അതേ ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കാം. നമുക്ക് ജസ്റ്റ് ചോക്ക് കൊണ്ട് ഇതുപോലെ തയ്ക്കാനുള്ള ഭാഗം കൂടെ നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ നമുക്കിനി ഏതായാലും സ്റ്റിച്ചിങ് ചെയ്യാൻ പോവാം കേട്ടോ. നമ്മൾ എന്ത് സ്റ്റിച്ചിങ് ചെയ്യുമ്പോഴായാലും ആദ്യം ഷോൾഡറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തൊരു ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 4 പീസ്. നമുക്കിതിൻ്റെ ഷോൾഡർ ആദ്യം അടിക്കാം. അപ്പം നല്ല വറങ്ങൾ നോക്കിയിട്ട് അത് രണ്ടും ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് കഴുത്തും കൈക്കുഴിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഷോൾഡർ നമ്മോട് വെട്ടിയിട്ടുണ്ടല്ലോ അതിങ്ങനെ കറക്റ്റ് ആക്കുക. എന്നിട്ട് അടിക്കുക കേട്ടോ. നമ്മൾ ചെരിച്ച് നമ്മൾ നേരത്തെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം വയ്ക്കുക, കറക്റ്റ് അല്ലേ നോക്കുക. എന്നിട്ട് ഇവിടുന്ന് അടിക്കുക. ുമ്പോൾ നമ്മൾ 2 സ്റ്റിച്ചെങ്കിലും ചെയ്യണം കേട്ടോ. 1 അടി അടിച്ചാൽ പോരാ, 2 അടി അടിക്കുക. കാരണം ഇതൊക്കെ വിട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 2 സ്റ്റിച്ച് ചെയ്യലാണ് എപ്പോഴും നല്ലത്. കയ്യൊക്കെ അതിൽ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് അഴിഞ്ഞ് പോരാതിരിക്കാനായിട്ട് നമ്മൾ 2 സ്റ്റിച്ച് പെട്ടെന്നൊന്നും കേടുമില്ല. അപ്പോൾ 2 സ്റ്റിച്ച് നമ്മൾ കോളറിൻ്റെ ടോപ്പിൽ നിന്ന് വെക്കുകയാണ്. പിന്നെ നമുക്കത് അടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് 2 സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ ഇതുപോലെ അടയാളപ്പെടുത്താം. അരഞ്ച് എല്ലായിടത്തും ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ വരച്ചു കൊടുക്കാം. ഇവിടെ നമുക്കിതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു ചെറിയ വെട്ടിട്ട് കൊടുക്കാം. ഈ മൂലയിലായിട്ട് ഇങ്ങനെ ചെറിയൊരു ഇട്ടിട്ട് കൊടുക്കാം. ഈ സൈഡിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. 2 സൈഡിലും നമ്മൾ ഈ തുണി വെക്കുന്നത് പൊട്ടപ്പുറത്താണ് കേട്ടോ. നമ്മൾ തുണി വെക്കുന്നത് ചെറിയൊരു പീസ് വെട്ടിയിട്ട് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് നല്ല പുറത്താണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ നല്ല പുറത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഭാഗം നല്ല പുറമാണ്. അപ്പോൾ താഴെ ഒരു പീസ് വെച്ചിട്ട് നമ്മളിതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ആ തുണി ഇങ്ങോട്ട് മറയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഫിനിഷ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഉള്ളി വെച്ചിട്ടുള്ള തുണി ഇങ്ങനെ പുറത്തോട്ട് അത് ഇങ്ങനെ വലിച്ചെടുക്കും കേട്ടോ. അതിന് ശേഷം ഞാൻ ഈ കാണിച്ചിരുന്ന പോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതേ ഉള്ളിലെ തുണി ആദ്യം തന്നെ നമുക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കാം പുറത്തോട്ട്. എന്നിട്ട് നമ്മളൊരു 2 മടക്ക് മടക്കിയിട്ട് അത്യാവശ്യം ചെറിയൊരു വലിപ്പത്തിൽ നമ്മളിങ്ങനെ ഒരു കുടുക്കൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതേ ഒരു രീതിയിലാക്കാനാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ നല്ല പുറത്തോട്ടാണ് കേട്ടോ നമ്മൾ ഈ മടക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് മടക്കി ലെവലല്ലേന്ന് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ. ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമ്മളൊരു മടക്കി ഒരൊറ്റടിക്ക് അടിക്കാൻ നിൽക്കരുത്. അത് ലെവൽ ചെയ്ത് കറക്റ്റ് അല്ലേ നോക്കിയതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി അഥവാ തെറ്റിപ്പോയാൽ നമ്മളിതൊക്കെ ഇരുന്ന് അഴിക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം നമ്മൾ ലെവലല്ലേ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി അപ്പുറത്തെ ഭാഗം എന്താ ചെയ്യാമെന്ന് കാണിച്ചു തരാം. സൈഡും നമ്മൾ ഇതുപോലെ ഒരു തുണി എന്ത് ചെയ്യണം അടിയിൽ വെച്ചിട്ട് അതുപോലെ ആദ്യം തന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ നല്ല പുറത്ത് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യണം നമ്മൾ അത് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് വലിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ മടക്കി നമ്മൾ അടിച്ചില്ലേ അതേ മെത്തേഡ് തന്നെ ഈ 2 സൈഡും ചെയ്യണം. എന്നിട്ട് ഒരു വശം കയറി ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആക്കില്ലേ, ആ രീതിയിൽ നമ്മൾ അതിനെ ഒരു വളച്ച് ഏറ്റവും അടിഭാഗത്തായിട്ടൊരു വി ഷേപ്പ് കൊടുത്തിട്ട് നമ്മൾ ലെവൽ ചെയ്യുക. അല്ലെങ്കിൽ ചതുരത്തിൻ്റെ ആ ഒരു ഷേപ്പിലോട്ടായാലും മാറ്റിയാൽ മതി കേട്ടോ. കണ്ടോ, അതുപോലെ ലെവൽ ചെയ്ത് അടിക്കാണ്ട് ഏറ്റവും താഴത്തെ വശത്തും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടോ 2 ഒരേ ലെവലാക്കി വെച്ചിട്ട് അങ്ങോട്ട് ഒരു അടി കൊടുക്കാം കേട്ടോ. കണ്ടോ, അത്രയും ബാക്കിയുള്ള തുണി നമുക്ക് വെട്ടിക്കളയാം. ആ ലെവലിനനുസരിച്ച് നമ്മൾ തയ്ച്ചാൽ മതി. കണ്ടോ, ഇപ്പോൾ ഒരു കോളറിൻ്റെ ഏകദേശം നിങ്ങളുടെ കയ്യിലുള്ളൊരു കോളർ ടോപ്പൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ നോക്കുമ്പോൾ. ഇനി താഴത്തെ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് മടക്കിയിട്ടൊരു വി ഷേപ്പ് പോലെ നമ്മളിങ്ങനെ മടക്കി കൊടുക്കും. അതിന് ശേഷം നല്ല പുറത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഒരു വി ഷേപ്പിലോട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് വീഡിയോയിലായാലും അത് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ കോളറാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലൊരു നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായില്ല, ഒരു 4 പീസ് ഞാൻ വെട്ടി വെക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടും കുറച്ച് വെട്ടി വെക്കുക, അതുപോലെ തന്നെ സൈഡിൽ വെക്കാനുള്ളതാണ് ആ 4 പീസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള തുണി ഉണ്ടെങ്കിൽ അതായാലും കൊടുത്താൽ മതി, അല്ലെങ്കിൽ ക്യാൻവാസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. കനമുള്ള തുണീൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 2 മടക്കോ അല്ലെങ്കിൽ 1 മടക്കായിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ക്യാൻവാസൊക്കെ മേടിക്കാൻ പറ്റാത്തവരാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ തുണിയെല്ലാം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ ആ 4 പീസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കണം. നമ്മൾ കറക്റ്റ് ആ കോളറിൻ്റെ അളവ് നമ്മൾ ആദ്യം തന്നെ ടാപ്പിൽ എടുത്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലൊരു ടോപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോളറിൻ്റെ എത്രത്തോളം വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വെട്ടിയടിക്കുന്നതിന് ഏകദേശം ഒരു അളവ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും അടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി പണിയോളം തീരും. അത്യാവശ്യം നമ്മളൊരു സാധാ ചുരിദാർ അടിക്കുന്നതിനേക്കാളും പണിയാണ് നമ്മുടെ കോളർ വെച്ചിട്ടുള്ളൊരു ചുരിദാർ അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അത്യാവശ്യം ഫ്രണ്ടിലും നമുക്ക് മറ്റേന്ന് വെച്ചാൽ റൗണ്ട് നെക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് കോളർ വെക്കാം കേട്ടോ. അപ്പോൾ കോളർ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കോളർ വെക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കൈ വെക്കില്ലേ, കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ നോക്കാം. അപ്പോൾ അത് ഇവിടെ തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് പോവാട്ടോ നമ്മൾ ഫ്രണ്ടിലേക്ക്. അപ്പോൾ കഴുത്തിൻ്റെ ബാക്കിൽ ആ സെൻറ്റർ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിന് ശേഷം ഈ വളവൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് നിർത്തി അടിക്കണം കേട്ടോ. നമ്മളിങ്ങനെ വളച്ച് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പൊക്കി ലെവൽ ചെയ്തിട്ടൊക്കെ വേണം അടിക്കാനായിട്ട്. നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് അടിക്കരുത്. അപ്പോൾ അത് നിർത്തി വേണം. എനിക്ക് തോന്നുന്നു നമ്മൾ മോട്ടറൊക്കെ വെച്ച് അടിക്കുന്നതിനേക്കാളും ബെറ്റർ ഇങ്ങനത്തെ വെച്ച് അടിക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ മോട്ടറിൽ ചവിട്ടി പഠിക്കാൻ നിൽക്കരുത്. നമ്മളെപ്പോഴും തുടക്കം സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഇതുപോലത്തെ സിംഗിൾ മെഷീനിൽ ചവിട്ടി പഠിക്കാം. അതിനുശേഷം നമുക്ക് അത്യാവശ്യം കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ മോട്ടർ ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് ലെവൽ അതിൻ്റെ ഏകദേശം ആ ഒരു ഇത് മനസ്സിലാവില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും വരില്ല. അപ്പോൾ സിംഗിൾ മെഷീനിൽ ആദ്യം തന്നെ ചവിട്ടി പഠിച്ചതിന് ശേഷം നമ്മൾ മോട്ടറൊക്കെ വെച്ച് അങ്ങനെ നമുക്ക് തയ്ക്കാം. അത്യാവശ്യം കുറച്ച് തയ്ക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ലെവൽ ചെയ്തടിക്കാം. അതുപോലെ നമ്മൾ ഇങ്ങനെ വെച്ചടിച്ചതിന് ശേഷം നമ്മൾ കഴുത്ത് വെച്ചടിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ എങ്ങനെയാണ്. ഒരടി അടിച്ചിട്ട് നമ്മൾ മലർത്തിയിട്ട് വീണ്ടും അടിക്കും ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നല്ല പുറത്ത് ജസ്റ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ തന്നെ അടിക്കണം കേട്ടോ.
ഇതുപോലെ ഒരടിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കോളർ നല്ല ഇതിനിരിക്കും. മറ്റേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രമായിട്ട് അടിക്കുമ്പോൾ കോളർ ഇങ്ങനെ താഴ്ന്ന പോലെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പൊന്തിരിക്കുന്ന ടൈപ്പായിരിക്കും നമ്മുടെ കോളർ കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മേലെ കൂടെ തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഈ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൈയും കൂടെ അടിക്കുക. കൈ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പും കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളർ ടോപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഷേപ്പാണ് കൊടുക്കുന്നത്. നമ്മൾ അതിന് ശേഷം കൈ വെക്കാം കേട്ടോ. കൈ വെക്കാൻ എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കൈ വെക്കുന്നത് ഇട്ടിട്ടുണ്ട് എല്ലാ ചുരിദാറിൻ്റെയും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഷേപ്പ് അടിച്ചു കൊടുക്കാം. ഷേപ്പ് നമ്മളെ കൈമെന്ന് തന്നെ തുടങ്ങിയിട്ട് നമ്മൾ ഷേപ്പ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അടിക്കാം. നമ്മൾ സ്ലിറ്റ് ടോപ്പ് തന്നെയാണ് കോളർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി സ്ലിറ്റിൻ്റെ ഏകദേശം നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അത് നമ്മളൊരു പോയിൻ്റ് ഇട്ട് വെക്കുക. അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ സ്ലിറ്റിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പോയിൻ്റ് ഇട്ട വരെ നമ്മളിതൊന്ന് യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു ടോപ്പിൻ്റെ അളവ് എടുത്തിട്ട് നമ്മൾ ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഷേപ്പിൻ്റെ ആ വരയുമ്പോൾ കൂടെ അടിച്ചാൽ മതി. നമ്മളിപ്പോൾ സാധാരണ ഒരു അടി കൊടുത്തിട്ട് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ട് അങ്ങനെയായാലും അടിക്കേണ്ടവർക്ക് ഷേപ്പ് അങ്ങനെ അടിക്കാം. ഇനി നമുക്ക് സ്ലിറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ താഴെ നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഏറ്റവും താഴത്തെ വശവും നമ്മൾ കൂട്ടിയടിക്കുക. അതിന് ശേഷം സ്ലിറ്റ് ഇതുപോലെ അടിച്ച് മുകളിലോട്ട് ഇങ്ങനെ വരും. നമ്മൾ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ സ്ഥലം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നിർത്തിയിട്ടില്ല. ആ പോയിൻ്റ് വരെ നമ്മളിതുപോലെ മടക്കി അടിച്ച് വരാം കേട്ടോ. അതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അപ്പുറത്തെ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. എന്നിട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ മടക്കി അടിക്കുക രണ്ട് സൈഡും. അങ്ങനെ ഈ ഒരു സൈഡും കൂടെ അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അതുപോലെ രണ്ടാക്കി ഇങ്ങനെ നിർത്താം കേട്ടോ. അതിന് ശേഷം സെൻറ്ററിൽ നമ്മൾ അടിക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങോട്ടൊരു ഇങ്ങനൊരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലിറ്റ് അടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ ഒരു പകുതിയോളം പണി പകുതി എന്നല്ല ഒരു 3/4 ഭാഗത്തോളം പണി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ താഴത്തെ വശമാണ് കേട്ടോ ഒന്നിങ്ങനെ മടക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. കണ്ടോ, അതുപോലെ ഒന്ന് ജസ്റ്റ് ആ നൂലുകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് 2 മടക്ക് മടക്കിയിട്ട് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ താഴത്തെ വശവും അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോളർ ടോപ്പ് ഏകദേശം എല്ലാം പക്ക അടിപൊളിയായിട്ടുണ്ട്. ഇനി 2 കുടുക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മോഡലും അടിച്ചിടാം. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ തുടക്കക്കാരടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പഴയ തുണിയിൽ ആദ്യം അടിച്ച് പഠിക്കാം കേട്ടോ. അതിന് ശേഷം വേണം ഏത് ഡ്രസ്സായാലും പഴയതിൽ അടിച്ച് പഠിച്ചതിന് ശേഷം വേണം നമ്മൾ പുതിയതിൽ അടിച്ച് നോക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുടുക്കും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഫൈനൽ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം.